നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശതാബ്ദി പൂർത്തീകരണ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തി. ജാതിമത ചിന്തകൾക്കതീതമായി സാംസ്കാരിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് യുവതലമുറയ്ക്കായി രാജ്യത്തിന്റെ ഏകതയ്ക്കായി തുടർന്നും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. സംഘത്തിന്റെ 100 വർഷം, പ്രഥമം രാഷ്ട്രം, പരിവർത്തനം ലക്ഷ്യം. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി സദാനന്ദൻ മാസ്റ്റർ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഡോക്ടർ GV ഹരി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ സദാനന്ദൻ മാസ്റ്ററിലേക്കാണ്. ശ്രീ സദാനന്ദൻ മാസ്റ്റർ, വരുന്ന വിജയദശമിയിൽ 100 വർഷം പൂർത്തിയാകുമ്പോഴും ആഘോഷമാക്കുന്ന ഒരു ശൈലിയല്ല എന്ന് തന്നെയാണ് RSS വ്യക്തമാക്കുന്നത്. പകരം പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം പഞ്ചപരിവർത്തനശീലം, സമൂഹ പരിവർത്തനം എന്ന ആശയം അതിലൂന്നിയായിരിക്കണം ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളെന്നും പറയുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘം കർമ്മനിരതമായ 100 വർഷം പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ വിജയദശമി നാളിൽ, അതായത് സംഘത്തിൻ്റെ 99ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മോഹൻജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ 100 വർഷം തികയുന്ന പ്രസ്ഥാനം ഏത് തരത്തിലാണ് സമൂഹത്തെ നിർവചിക്കുന്നത്, എങ്ങനെയാണ് സംഘത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രനിർമ്മാണ പ്രക്രിയക്ക് കരുത്തു പകരുന്ന കർമ്മവൈവിധ്യങ്ങളിലേക്ക് കടക്കുന്നത്, അതിന് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയധാര എന്താണ്, പ്രായോഗിക സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ ആകെ തുകയായി നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പഞ്ചപരിവർത്തനം എന്ന നിശ്ചയങ്ങൾ, ദൃഢനിശ്ചയങ്ങൾ. 5 വ്യത്യസ്ത തലങ്ങളിൽ സംഘടനയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 വർഷം തികയ്ക്കുന്ന വേളയിൽ ഈ 5 പരിവർത്തന നിശ്ചയങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കർമ്മ പരിപാടികളിലൂടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടക്കം മുതൽ തന്നെ ആഗ്രഹിച്ച തരത്തിൽ പരമമായ വൈഭവം, സർവോത്കൃഷ്ടമായ ഉന്നതി, ക്ഷേമം, ഈ തരത്തിലേക്ക് രാഷ്ട്രത്തെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് സംഘത്തിൻ്റെ നിലപാട് എന്ന് കഴിഞ്ഞ വിജയദശമി ആഘോഷവേളയിൽ സംഘത്തിൻ്റെ സർസംഘചാലക് ഈ നാടിനോട് പറഞ്ഞതാണ്. ഈ വർഷത്തെ 2025 വിജയദശമി നാൾ മുതൽ 2026 വിജയദശമി നാൾ വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതികളാണ് സംഘം ആവിഷ്കരിച്ചിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടികൾ ആഡംബരപൂർണമായ ആഘോഷങ്ങളുടെയോ പൊലിമയുള്ള മറ്റ് തരത്തിലുള്ള കർമ്മ പരിപാടികളിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഓരോ പൗരനിലും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രബോധം, ഐക്യ മനോഭാവം, നമ്മുടെ പൈതൃകത്തിലുള്ള അഭിമാനം, പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ സമൂഹരചന, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഭാവാത്മകമായ നിലപാട്, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിനിണങ്ങുന്ന തരത്തിലുള്ള വ്യാപകമായ സമ്പർക്ക പരിപാടികൾ, ജനസമ്പർക്ക പരിപാടികൾ ആവിഷ്കരിക്കാനും സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി, ഇന്ന് സമാപിച്ച 21-ാം തീയതി ആരംഭിച്ച് ഇന്ന് സമാപിച്ച സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സംഘത്തിൻ്റെ 100 വർഷം തികയുന്ന കാലഘട്ടത്തെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ സംഘത്തിൻ്റെ പ്രതിയോഗികൾ അല്ലെങ്കിൽ എതിരാളികൾ, അതല്ലെങ്കിൽ സംഘം വളർന്നു കാണാൻ ആഗ്രഹമില്ലാത്തവർ, ഒരർത്ഥത്തിൽ സംഘം ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുന്നവർ,
അത്തരം ആളുകളെല്ലാം തന്നെ ഭയപ്പാട് സൃഷ്ടിക്കാൻ, ജനങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് RSS 100 വർഷം തികയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തികച്ചിരിക്കുന്നു. 100 വർഷം തികയുന്ന വേളയിൽ നമ്മുടെ ഈ നാടിനെ ഒരു പ്രത്യേക ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢമായ പദ്ധതി RSS ആവിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണം. ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശ്രമിക്കുന്ന വേളയിലാണ് ഇന്ന് അവസാനിച്ച സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇത് സംബന്ധമായി സംഘത്തിൻ്റെ നിലപാടെന്ത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചപരിവർത്തനം വളരെ പ്രധാനമാണത്. അത് പൗരധർമ്മം എന്ന ഒരാശയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സംഘം അതിൻ്റെ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വ്യക്തിയിലും പരിവർത്തനമുണ്ടാക്കുന്നതിലൂടെ വ്യക്തി നിർമ്മാണം എന്ന തലത്തിലേക്ക്, വ്യക്തി ചാരിത്രം എന്ന തലത്തിൽ വ്യക്തിയിൽ പരിവർത്തനമുണ്ടാക്കി പരിവർത്തിതമായ മനസ്സിനുടമകളായ വ്യക്തികളുടെ സംഘടിത പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമാജത്തിൻ്റെ ഉത്കർഷം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ആ നിലയ്ക്ക് അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ അതായതുകൊണ്ട് 100 വർഷം തികയ്ക്കുന്ന വേളയിൽ ആ കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പൗരധർമ്മം എന്ന തലത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് സംഘം ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. പൗരധർമ്മം എന്ന് പറയുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് എൻ്റെ നാടിനു വേണ്ടി ചെയ്യേണ്ടത്, എൻ്റെ നാടിനോടുള്ള എൻ്റെ കടപ്പാട്, എൻ്റെ ബാധ്യത, എൻ്റെ പ്രതിബദ്ധത ഏത് തരത്തിലാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് സംഘപ്രവർത്തകന്മാർക്കും അതുവഴി സമാജത്തിനും പകർന്നു കൊടുക്കാൻ സംഘം ആഗ്രഹിക്കുന്നു. കേവലം സംഘപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മുഴുവൻ സമാജത്തിലെയും അംഗങ്ങൾ ഓരോരുത്തരിലും ഈ ബോധമുണ്ടാകണം എന്ന് സംഘം ആഗ്രഹിക്കുന്നു. അതുപോലെ കുടുംബം വളരെ പ്രധാനമാണ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഇതര സമൂഹങ്ങൾക്കില്ലാത്ത മഹത്വപൂർണമായ കുടുംബ സങ്കല്പം നമുക്കുണ്ട്. ആ കുടുംബ സങ്കല്പത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി ഏകോദര സഹോദരങ്ങളായി പ്രവർത്തിക്കുകയും ഏകീകരിച്ച മാനസികാവസ്ഥ കൈവരിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. സ്നേഹവും ത്യാഗവും സഹവർത്തിത്വ ഭാവവും സമന്വയ ഭാവവും ഒക്കെയാണ് കുടുംബസങ്കല്പത്തിൻ്റെ ആധാര ദർശനങ്ങൾ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കുടുംബ ഭദ്രത, കുടുംബത്തിൻ്റെ ശക്തീകരണം ഇതൊക്കെ സാധ്യമാകുന്ന തരത്തിലുള്ള മറ്റൊരു തലത്തിലുള്ള പ്രവർത്തനം സംഘം ആഗ്രഹിക്കുന്നു. മൂന്നാമതായി നമുക്ക് പറയാം, നമ്മൾ അധിവസിക്കുന്ന ഭൂമി, പരിസ്ഥിതി, പാരിസ്ഥിതികമായ മറ്റ് സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും നിലപാടുകളും കൂടുതൽ ഭാവാത്മകമായി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സംഘം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, പൗരജനങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാടിലെ 140 കോടി വരുന്ന ജനസമൂഹം, ഭാരതം എന്ന നിലയ്ക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ബാധകമാകുന്ന തരത്തിൽ ഭാരതം ഒരു മാതൃകയായി ഉയർന്നു വരാൻ ഭാരതീയ പൗരന്മാരിൽ ഐക്യഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സംഘം ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള കർമ്മപദ്ധതികൾ സംഘം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട്, അഞ്ചാമത്തെ കാര്യമായിട്ട് സംഘം വിഭാവനം ചെയ്യുന്നത് വികസിത ഭാരതം എന്നതു തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടിയാണ് സംഘം പ്രവർത്തിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. പരമമായ വൈഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഭൗതികവും സാംസ്കാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള വളർച്ചയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ വളർച്ച സാധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ വികസിതാവസ്ഥ കൈവരിക്കുക, വികസിത ഭാരതം എന്ന സങ്കല്പം, ആ സങ്കല്പത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ഈ തരത്തിലാണ് പഞ്ചപരിവർത്തനം എന്നതുകൊണ്ട് സംഘം ഉദ്ദേശിക്കുന്നത്. അതെ, ശ്രീ GV ഹരി, ഇവിടെ ധാർമ്മിക സത്ത നഷ്ടപ്പെടാതെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വികസിത ഭാരതം, അതാണ് RSS ലക്ഷ്യം വയ്ക്കുന്നത്. അവരുടെ സ്ഥാപക ദിനം തൊട്ട് ഇങ്ങ് 100-ാം വർഷത്തേക്ക് അടുക്കുമ്പോൾ വരെ അതിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രവണത നമ്മൾ കാണുകയാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുണ്ട്, അവകാശപ്പെടാൻ വലിയ പാരമ്പര്യം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ തമ്മിലടി വളരെ രൂക്ഷമാണ്. അതുമാത്രമല്ല, നല്ല നേതൃത്വം ഇല്ലാത്തത്.
ദേശീയ രാഷ്ട്രീയത്തിലടക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൂപ്പുകുത്തുന്ന സാഹചര്യം ഈ അടുത്തിടെ ഉണ്ടായത്. ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ നേരിടുമ്പോൾ കോൺഗ്രസ് RSSനെ പഴിപറയുന്നതിനു പകരം സ്വയം ഒരു തിരുത്തലിനുള്ള സമയം കൂടിയാവുകയല്ലേ ഇത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ RSS 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ടത്? രോഹിണി, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രോഹിണിയുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള 2 കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാം. ഒന്ന്, കോൺഗ്രസ്സിന് ഒരു ശക്തമായൊരു ദേശീയ നേതൃത്വം ഇല്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് തിരുത്തണം. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ പ്രസിഡൻറ്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ, അതോടൊപ്പം സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ, ഈ ത്രയങ്ങളെ തന്നെ പരിശോധിച്ചാൽ നേതൃത്വത്തിന് ഒരു അഭാവവും താങ്കൾ കാണാൻ കഴിയില്ല. സ്വാഭാവികമായി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് രോഹിണി അങ്ങനെ പറയുന്നതിൽ എനിക്കൊരു അതിശയമില്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം. 2 തമ്മിലടിയാണെന്നാണ് എനിക്കൊരു സംശയം. കോൺഗ്രസിനെ കുറിച്ചുള്ള ചർച്ചയല്ല, നമ്മൾ RSSൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തുടങ്ങി രോഹിണി. ഇപ്പോൾ അവരെ കോൺഗ്രസിൻ്റെ തമ്മിലടിയാണ് പ്രശ്നമെന്ന് പറയുന്നത്. അത് ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ BJP നമ്മൾ ഇതേ വേദിയിൽ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാൻ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ പോകുന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ തമ്മിലടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ വെക്കാം. പക്ഷേ നമ്മുടെ ചർച്ച അതല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ 100 വർഷമായി പ്രവർത്തിക്കുന്നു. അവർ മുന്നോട്ട് വെക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സദാനന്ദൻ മാഷ് ഇവിടെ പറഞ്ഞു. ഈ പാനലിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഇപ്പം നമ്മൾ 3 പേരും അധ്യാപകരാണ്. ഞാൻ അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ മോഹൻ വർഗീസ് സാർ അധ്യാപകനാണ്, സദാനന്ദൻ മാഷും അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകനായിരുന്നു, അദ്ദേഹം എന്നെക്കാളും സീനിയറായിട്ടുള്ള അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അത് RSSനെ കുറിച്ചാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നൊരു സംശയം എനിക്ക് പെട്ടെന്ന് തോന്നി. അതാണ് എങ്കിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി RSS ചെയ്യുന്ന പ്രവർത്തനങ്ങളെയല്ല, RSSൻ്റെ ആ ആശയം, ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോവുക, അത് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അതേ ആശയമാണ് ഭാരതത്തിൻ്റെ ആശയമെങ്കിൽ, അത് പക്ഷിക്കും മൃഗങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണെങ്കിൽ, അതിനകത്തൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായി അതിനെ ചുരുക്കുന്നതിനെയാണ് കോൺഗ്രസ് പാർട്ടി എപ്പോഴും എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ RSSും അതിൻ്റെ നേതൃത്വവും എന്നുള്ളൊരു ചോദ്യവും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാജ്യമാണ്, നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷത രാജ്യമാണ്. ആ മതനിരപേക്ഷ അല്ലെങ്കിൽ മതേതരത്വ രാജ്യത്തിനകത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് BJP നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ RSS പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ, ആ സർക്കാർ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം എന്ന ആശയമാകുമ്പോൾ, പറയുന്നതും പ്രവൃത്തിയും തമ്മിലുണ്ടാകുന്നൊരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനതിൻ്റെ ആ ഫിലോസഫി എടുത്തു വെച്ചിട്ട് പറയുകയാണ്. എല്ലാ സംഘടനകൾക്കും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പല സംഘടനകളുമുണ്ട്. ആ സംഘടനകൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നൊരു ചോദ്യം. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിയുടെ വികസനം. തീർച്ചയായിട്ടും ഞാൻ അതിനെ അംഗീകരിക്കുന്നു. വ്യക്തിയുടെ വികസനം ആവശ്യമാണ്. കുടുംബത്തിൻ്റെ വികസനം, സമൂഹത്തിൻ്റെ വികസനം, ഏറ്റവും അവസാനമായി നമ്മുടെ രാജ്യം വികസിക്കണം. ഇതൊക്കെ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനകത്ത് തോൽവിയും പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പുതിയ കാര്യമൊന്നുമില്ല. 50 വർഷം കാത്തിരിക്കേണ്ടി വന്നില്ലേ BJPക്ക് അധികാരത്തിലേക്ക് വരാൻ? ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് കോൺഗ്രസ് തകർന്നു പോകുന്നു എന്ന് രോഹിണിയുടെ ഒരു വിലയിരുത്തലോടും എനിക്ക് യോജിപ്പില്ല. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഘടനകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ RSS മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, അതായത് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തും നമുക്കറിയാം, തുഷാർ ഗാന്ധി നെയ്യാറ്റിൻകരയിൽ വന്നപ്പോൾ തുഷാർ ഗാന്ധിയെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ തടസ്സപ്പെടുത്തിയവരെ പിന്നീട് മാലയിട്ട് പൂജിക്കുകയും ഒക്കെ അല്ലെങ്കിൽ ആദരിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തിനായിരുന്നു തുഷാർ ഗാന്ധിയെ അവിടെ തടഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുഷാർ ഗാന്ധി RSSനെതിരെ സംസാരിച്ചു എന്നതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ഈ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകൾക്കടുത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇല്ല എന്നൊരു അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല. പാർട്ടി തലത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും
ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അത് കറക്ഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ വർഗീയ ആശയങ്ങളിൽ നിന്ന് വിട്ട് ഇപ്പോൾ മാഷ് പറഞ്ഞിട്ടുള്ള പോലുള്ള, അത് സദാനന്ദ മാഷ് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്ന ഈ 5 ആശയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ അതിലൊരു കുറവുമില്ല. പക്ഷേ അത് RSSുമായി ബന്ധപ്പെട്ട് RSS ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയമാണെങ്കിൽ ആ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ആശയമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മതേതരത്വ രാജ്യത്തെ വീണ്ടും ഒരു മതരാഷ്ട്രമാക്കുവാനുള്ളൊരു ശ്രമത്തെയാണ് നമ്മൾ എല്ലാ കാലത്തും ചെറുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇനിയും ചെറുത്ത് തന്നെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഈ രാജ്യത്ത് മൊത്തം പ്രവർത്തിക്കുന്ന ജവഹർ ബാൽ മഞ്ച് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിൻ്റെ ആശയമാണ്. ആ നെഹ്റുവിൻ്റെ ആശയങ്ങളെ ശക്തമായി ഈ രാജ്യം മുഴുവൻ ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഞാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടന, ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഈ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഒരാളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന 8 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനം ഏത് സംഘടന ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അതിനെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ശരി, ശ്രീ GV ഹരി, അതോടൊപ്പം ഒരു ചോദ്യം കൂടി. എപ്പോഴാണ് RSS മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുള്ളത്? നോക്കൂ, മതരാഷ്ട്രവാദമല്ല, ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി ഇല്ലേ, ഹിന്ദു രാഷ്ട്രം എന്ന ആശയം പ്രഖ്യാപിതമല്ലേ? അതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? അതിനെപ്പോഴും പറയുന്ന കാര്യമല്ലേ? അതിപ്പോൾ തുടക്കം മുതൽ പറയുന്ന കാര്യം എന്താ? ഹിന്ദു രാഷ്ട്രം എന്ന ആശയം അതൊരു മതരാഷ്ട്രത്തിലേക്ക് അതല്ലേ പോകുന്നു? മതരാഷ്ട്രവാദം പ്രഖ്യാപിച്ചവരെ പ്രീണിപ്പിക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴും കേരളത്തിൽ വെച്ച് പുലർത്തുന്നത്. SDPIയും PFIയും ഒക്കെ ഇങ്ങനെ താങ്ങി തലോടി കൊണ്ടുപോകുന്ന പ്രവണത. RSS ഒരിക്കൽ പോലും മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രോഹിണി, എനിക്കൊരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രവാദം എന്നത് എപ്പോഴെങ്കിലും RSS ഉപേക്ഷിച്ചായിട്ട് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രവാദം അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി, നമ്മൾ പറയുന്ന ഹിന്ദു ഐഡിയോളജിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഹിന്ദുത്വ ആണ്. ഹിന്ദുത്വ ഐഡിയോളജി ഈസ് ഡിഫറെന്റ് ഫ്രം ഹിന്ദുയിസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കിയത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്, അതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന സമീപനം കണ്ടതാണല്ലോ. അവിടെ എന്താണ് പറയാനുള്ളത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഈ 2025-26 ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് 4% കോൺട്രാക്റ്റ് റിസർവേഷൻ നൽകുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലേ? അത് തെറ്റാണെങ്കിൽ, തീർച്ചയായിട്ടും അത് തെറ്റാണെങ്കിൽ അതിനെ സമീപിക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമീപിക്കാൻ നമുക്കിവിടെ ഒരു കോടതിയുണ്ട്, നമുക്ക് സുപ്രീം കോടതിയുണ്ട്. കാരണം അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, മൈനോറിറ്റി എന്ന തരത്തിലാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം എണ്ണത്തിൽ കുറവുള്ള ആളുകൾ, നമുക്കറിയാമല്ലോ, നമ്മൾ ഈ മൈനോറിറ്റിയെ വിവക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണത്തിൽ കുറവുള്ളവർ എന്നാണ് മൈനോറിറ്റിയുടെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുന്നത്. അത് മതാടിസ്ഥാനത്തിലല്ലല്ലോ. അതിനകത്ത് ക്രിസ്ത്യൻ വരാം, സിഖ് വരാം, അതോടൊപ്പം തന്നെ മുസ്ലിം വരാം, അങ്ങനെ എല്ലാ കാറ്റഗറിയും വരാം. ആ മൈനോറിറ്റിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു 4% ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾക്കുള്ളതെന്നാണ്. അത് ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളതാണ്. 2025 കർണാടകത്തിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ മൈനോറിറ്റീസ്, നോട്ട് ഫോർ എനി പർട്ടിക്കുലർ റിലീജിയൻ. അതുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആ ബജറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ബജറ്റിൻ്റെ കോപ്പി രോഹിണിക്ക് അയച്ചു. ശരി, പക്ഷേ ഇത്തരത്തിൽ സർക്കാരിന് അങ്ങനെ തരംതിരിവ് അനുസരിച്ച് തീരുമാനിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അറിയാനും കഴിയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ രോഹിണി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ സമീപിച്ചാൽ അതിൽ തെറ്റുണ്ട് എങ്കിൽ കോടതിക്ക് അത് ഇല്ലാതാക്കാനുള്ള അവകാശം അല്ലെങ്കിൽ എല്ലാ അധികാരവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, സ്ഥാപക ദിനം തൊട്ട് മുന്നോട്ട് വച്ച ആശയങ്ങളിൽ അധിഷ്ഠിതമായാണ് RSS എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടുമില്ല. ഒരുപക്ഷെ അവരെ പ്രസക്തമാക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണോ? കാരണം ഇതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും അധികാരത്തിനായി വടംവലി നടത്തുകയും അല്ലെങ്കിൽ പ്രീണന സ്വഭാവമൊക്കെ കാണിക്കുമ്പോഴും കൃത്യമായൊരു ആശയം അതിലധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകുന്ന പ്രവണത, ഇതൊക്കെയാണോ RSSനെ വേറിട്ട് നിർത്തുന്നത്? രോഹിണി, രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ച ഒരു ഘടകമാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം. ആദ്യം മുതൽ തന്നെ 1925 നാഗ്പൂരിൽ രൂപീകരിക്കപ്പെട്ട് ഇന്നും 99 വർഷം കഴിഞ്ഞ് 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്തും ആദർശങ്ങളിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാത്ത ഡിസിപ്ലിൻഡായ ഒരു പ്രവർത്തനം. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ RSSൻ്റെ ആദർശ ശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല.
പക്ഷെ പലപ്പോഴും ഈ പ്രവർത്തന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നതുകൊണ്ട് ഇവിടെ ഒരു പരിവർത്തനത്തെക്കുറിച്ച് RSS സംസാരിക്കുകയാണ്. ഈ 100-ാം വർഷത്തിൽ ഒരു ഒക്ടോബർ മാസം വിജയദശമി ദിനത്തിൽ 100-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പരിവർത്തനം വേണം. അത് എല്ലാ തലത്തിലും ഒരു പരിവർത്തനം വേണം. പഞ്ചപരിവർത്തൻ ഈ രീതിയിൽ 5 വിവിധ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്ത് സദാനന്ദൻ മാസ്റ്റർ അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. 5 വിവിധ മേഖലകളിൽ ഈ 5 മേഖലകളിൽ പരിവർത്തനം വരുമ്പോൾ അതൊന്ന് ഈ ഭവന തലത്തിലുള്ള പരിവർത്തനമാണ്. അപ്പോൾ ഭവനത്തിലേക്ക് ഇറങ്ങുകയും ആദർശങ്ങൾ RSSൻ്റെ ആശയങ്ങൾ വീടുകളിൽ ചെറിയ ചെറിയ കുടുംബ സദസ്സുകളിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അതുപോലെ സൊസൈറ്റിയുടെ ലാർജർ ലെവൽ ജാതിക്കും മതത്തിനും അതീതമായ ഘടനകൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് മതപരമായ വേർതിരിവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഘടനകൾ, അത് ശാന്തമായൊരു സാമൂഹ്യ ജീവിതത്തിന് ആവശ്യം തന്നെയാണ്. മൂന്നാമത് സ്വദേശിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് സ്വദേശി എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയം കൂടിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുകൊണ്ട് മറ്റാരുടെയും ആശയമല്ല എന്നതിനർത്ഥമില്ല. അത് സെൽഫ് റിലയൻസ് ആവശ്യം തന്നെയാണ്. അത് 21-ാം നൂറ്റാണ്ടിൽ ഈ ഫോറിൻ ഡംപിങ് അല്ലെങ്കിൽ പരാശ്രയത്വം പരമാവധി ഉപേക്ഷിച്ച് സ്വാശ്രയമായി മുന്നോട്ട് പോകണം എന്ന ആശയം. എൻവയോൺമെൻറ്റൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാവൂ. അതുപോലെ തന്നെ ഈ പൗരബോധം പരമാവധി വളർത്തണം. കാരണം എന്തിന് നമ്മളൊരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉൾപ്പെടെ വാട്ട് ആർ വി ഡൂയിങ്, എന്തിനു വേണ്ടിയാണ് സമ്മതിദാന അവകാശം പ്രയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള കാൽവയ്പ്പുകളിൽ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാവിധമായ പരിവർത്തനത്തിന് പര്യായമായ ഒരു പദ്ധതി, കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ പ്രകടമായി അപകടങ്ങളൊന്നും കാണേണ്ടതില്ല. പക്ഷേ ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു, ഇത് ഏത് രൂപത്തിലാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഡോക്ടർ ജി വി ഹരി സൂചിപ്പിച്ച ഒരു ഇൻക്ലൂസീവ് കൾച്ചറുണ്ട്. അത് ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻക്ലൂസീവ്, എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവാണ്. വൈവിധ്യങ്ങളുടെ കലവറയായ ഭാരതത്തിന് ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഏകശില രൂപം അത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന, എന്നാൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന പേരിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ ഭരണഘടന അനുശാസിക്കാത്ത രീതിയിൽ നിയമനിർമ്മാണം ഉണ്ടാക്കുകയും സംവരണം പോലെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അത് ഭരണഘടനാ സ്പിരിറ്റിന് അനുകൂലമല്ല. ഇവിടെ കർണാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. കർണാടകത്തിൽ വർക്ക് ഫോഴ്സ് ആണ്. അതിനകത്ത് ഒരു കോൺട്രാക്ടേഴ്സ് അല്ലേ, ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള അർഹത നിജപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശങ്ങളിൽ കാണുന്ന ഒരു 4% സംവരണം. അത് മതം എന്ന് കൃത്യമായി പറയുന്നില്ല, അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റീസിന് ഒരു വിശാലമായ അർത്ഥത്തിലാണ് മൈനോറിറ്റീസിനെ കാണേണ്ടത്. അത് മതപരമായ മൈനോറിറ്റി ആകാം, പ്രാദേശിക മൈനോറിറ്റീസ് ആകാം, പല രീതിയിൽ അതിനെ കാണാം. അതിൽ കൂടുതൽ വിശകലനം ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താണ് ഉദ്ദേശം എന്ന് പറയും. പക്ഷേ എന്തു പറഞ്ഞാലും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ ലക്ഷ്യമാക്കി ഭരണഘടനയുടെ അന്തഃസത്തയ്ക്ക് വിരുദ്ധമായ സംവരണമാകട്ടെ മറ്റെന്തെങ്കിലും നീക്കങ്ങളാകട്ടെ അത് തീർച്ചയായും രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ നിഘണ്ടുവിലുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ ഒരു വിഷയം വരുന്നത് RSSനെ നമ്മൾ എങ്ങനെയാണ് ഭാരതത്തിലെ നിഷ്പക്ഷരായ സാധാരണക്കാരായ ആളുകൾ കാണുന്നത്? ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു വെഹിക്കിൾ എന്ന നിലയിലാണോ, അതോ ഒരു ആത്യന്തികമായി ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിലേക്കുള്ള ഒരു ഘടനാപരമായ സംവിധാനം അതിനുവേണ്ടി മനസ്സുകളെ ഒരുക്കുന്ന, അപ്പം വിശാല ഹിന്ദുത്വ എന്ന ഒരു സങ്കല്പത്തിലേക്ക് മനസ്സുകളെ ഒരുക്കുന്ന ഒരു സമിതിയായി ആണോ കാണുന്നത്? അങ്ങനെയെങ്കിൽ വൈവിധ്യങ്ങളെ എങ്ങനെ സ്വാംശീകരിക്കാം? ഇത് ഒരു വലിയ ഡിബേറ്റബിൾ പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും RSSൻ്റെ ഒരു 100-ാം വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ വേളയിൽ ഒരുപാട് പുരികങ്ങൾ പലയിടങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള വിശകലനം വ്യക്തമായി ഈ ഒരു വർഷം തീർച്ചയായിട്ടും RSSന് കൃത്യമായി നിർണായകമായ ഒരു വർഷമാണ്. കാരണം എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾക്കോ ഏതെങ്കിലും വിഭാഗത്തിന് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ട ഒരു വർഷമാണ്. അതാണ് വിട്ടുവീഴ്ചയുടെ, സമഭാവനയുടെ, ഉൾക്കൊള്ളലിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഒരു വർഷമായി 2025 വർഷം അല്ലെങ്കിൽ 25 ഒക്ടോബറിൽ തുടങ്ങി 2026 ഒക്ടോബറിൽ അവസാനിക്കേണ്ട, വിജയദശമി ദിനത്തിൽ അവസാനിക്കേണ്ട ആ ഒരു വർഷം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്.
ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് അലിവിയേഷൻ ഓഫ് ഫിയേഴ്സ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വികസിത ഭാരതത്തിനായി ഒരുമിച്ച്, അതായത് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാംസ്കാരിക ദേശീയതയുടെ കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള ഒരു വിശകലനം, അതിലൂടെ രാജ്യത്തിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. സാംസ്കാരിക ഒരു നറേറ്റീവ് വരുന്നത് തീർച്ചയായും ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാംസ്കാരിക ഒരു സിവിലൈസേഷൻ എന്ന നിലയിൽ നമുക്കൊരു രാജ്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിൽ സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുക? നമ്മുടെ അഭിമാന ബോധത്തിന്, നമ്മുടെ ദേശീയതയ്ക്ക് ഒരു സിവിലൈസേഷണൽ, ഭാരതീയനാണ് എന്ന ഒരു സിവിലൈസേഷണൽ കളർ ഉണ്ടാകണം. അത് ഒരൊറ്റ ഒരു മതത്തിൻ്റെ, ഒരൊറ്റ ജാതിയുടെ, ഒരൊറ്റ ഭാഷയുടെ അടിസ്ഥാനത്തിലാകരുത്. പ്ലൂറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു ദേശീയത, അതിൽ നിന്നുണ്ടാകേണ്ട സിവിലൈസേഷൻ, ആ സിവിലൈസേഷനിലേക്ക് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ദൗത്യം RSS ഏറ്റെടുക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ശുഭോദർക്കമായ കാര്യമാണ്. രോഹിണി. ശ്രീ സദാനന്ദൻ മാസ്റ്റർ, ഇവിടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം ഏകതയിലാണ് എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുമ്പോൾ ഇനിയും സംഘം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതിൻ്റെ, അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ആശങ്കകൾ ദൂരീകരിക്കേണ്ടതിൻ്റെ ആവശ്യം ഇനിയുമുണ്ടോ? ഈ ഏകതാ മനോഭാവം RSSനില്ല എന്നുള്ള വിമർശനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? രോഹിണിയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ ഹരി ഉന്നയിച്ച ചില വിഷയങ്ങൾ കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നുണ്ട്, പറഞ്ഞു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതെ, അതിനു മുമ്പ് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ ഹരി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് രോഹിണിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഡോക്ടർ ഹരി പറയുകയുണ്ടായി, RSS ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. വാസ്തവത്തിൽ അത്ഭുതകരമായ ഒരു ചോദ്യം. ഡോക്ടർ ഹരിയെ പോലെയുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. കാരണം ഭരണഘടന എന്നുള്ളത്, അതിൻ്റെ സത്ത, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തീർത്തും ചവിട്ടി അരക്കപ്പെട്ട കാലത്ത് അതിനെതിരെ പടപൊരുതിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അത് സംഘത്തിൻ്റെ പ്രവർത്തക ശേഷി ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല, പൊതുസമൂഹത്തെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിശക്തയായ നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് ഭരണഘടന റദ്ദ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനമുണ്ടായത്. ആ പ്രവർത്തനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് RSS ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ നാടിൻ്റെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന, നമ്മുടെ നാടിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളെ നിർവചിക്കാൻ കഴിയുന്ന, നമ്മുടെ നാടിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കേണ്ടതുണ്ട് എന്ന താല്പര്യം കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഭരണഘടനയ്ക്കെതിരാണ് RSS എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങളെ സംബന്ധിച്ച പോലുള്ള ആളുകൾ വിലയിരുത്തുന്നത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലായിരിക്കണം എന്ന് മുൻവിധിയോടെ നിശ്ചയിച്ച ചില ആളുകൾ വ്യക്തമല്ലാത്ത, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അനേകം കാര്യങ്ങൾ സംഘത്തിനെതിരെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. RSS ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, RSS ഏകതയെ അംഗീകരിക്കുന്നില്ല, RSS നാടിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് RSSനെ ഭയപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ RSSൻ്റെ വളർച്ചയെ ആഗ്രഹിക്കാത്ത ആളുകളാണ്, അതിൽ അസഹിഷ്ണുത പുലർത്തുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഈ ഉദ്ബോധനമാണ് ഡോക്ടർ ഹരിയെ പോലുള്ള ആളുകൾ ആവർത്തിക്കുന്നത് എന്നത് ഖേദകരമാണ്. RSS ഒരിക്കലും ഭരണഘടനയ്ക്കെതിരല്ല, മാത്രമല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനമാണ് താനും. അതൊരു കാര്യം. മറ്റൊന്ന്, തുഷാർ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ഈ തുഷാർ ഗാന്ധി ജവഹർ ബാലഭവൻ്റെ ശക്തനായ സാരഥിയാണ് ഡോക്ടർ ഹരി. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ജവഹർ ബാലഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഈ തുഷാർ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി ഉണ്ടാകുമോ ഡോക്ടർ ഹരി? കാരണം അദ്ദേഹം ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. വനിതാ ദിനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ
എത്ര ആഭാസകരമായ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടത് എന്ന് നമുക്കറിയാവുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഗാന്ധിജിയുടെ പ്രപൗത്രൻ, മകൻ്റെ മകൻ്റെ മകൻ എന്നുള്ളത് ഒഴിച്ചാൽ ഗാന്ധി സംസ്കാരവുമായി, ഗാന്ധിയൻ ദർശനങ്ങളുമായി, ഗാന്ധിയൻ നിലപാടുമായി എന്ത് ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഒരു കറകളഞ്ഞ നിരീശ്വരവാദിയാണ്. ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വര അല്ലാ തേരേ നാം എന്ന തരത്തിൽ ആധ്യാത്മിക ശക്തിയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാവാത്മക മതവാദി തന്നെയായ ഗാന്ധിജിയുടെ പ്രപൗത്രൻ എന്നുള്ള ഒരൊറ്റ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ തുഷാർ ഗാന്ധിക്ക് വേണ്ടി ഡോക്ടർ ഹരിയെപ്പോലുള്ള ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുക എന്ന കാര്യവും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുത്വ എന്ന ഒരു ആശയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഹിന്ദുത്വ എന്ന പ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ മതേതര വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംവാദത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടും. ആ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് ഹിന്ദുത്വ എന്ന ആശയം ഒരു കാരണവശാലും, ഒരു സാഹചര്യത്തിലും, ഒരു ഘട്ടത്തിലും മതാധിഷ്ഠിതമല്ല. അത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതീയ സംസ്കൃതിയുമായി നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി നമ്മുടെ ഈ ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിച്ചമുള്ള ഒരു പ്രദേശമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഉജ്ജ്വലമായ ദേശീയ ആദർശങ്ങളുടെ ആകെ പേരാണ് ഹിന്ദുത്വ എന്നുള്ളത്. ആ ഹിന്ദുത്വ എന്ന ആശയം വർഗീയമാകുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ ഡോക്ടർ ഹരി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പലപ്പോഴും ഈ മതേതരത്വം എന്ന പദത്തെ നിർവചിക്കുമ്പോൾ അവർ ഇരുട്ടിൽ തപ്പുന്നത് നമ്മൾ കാണാറുണ്ട്. കേരളം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ, ഹിന്ദുത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളായിട്ടുള്ള എന്തിനേയും അംഗീകരിക്കാൻ അവർ വിമുഖത കാണിക്കാറില്ല. കാരണം അത് ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മാനസിക വ്യവഹാരങ്ങളുമായി, അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് എന്നവർക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ട് അവർ ആ കാര്യത്തിൽ പലപ്പോഴും പത്രക്കാരുടെ ചോദ്യങ്ങളാവട്ടെ, രാഷ്ട്രീയക്കാരുടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാവട്ടെ, അതിനൊക്കെ ഉത്തരം പറയുമ്പോൾ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുത്വ എന്ന ആശയത്തിന് അവർ കൊടുക്കുന്ന മൂല്യമാണ്. ഹിന്ദുത്വ എന്ന ആശയം ഡോക്ടർ ഹരി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട എന്ന് നമുക്ക് പറയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദുത്വ എന്ന ആശയം വെറുക്കപ്പെടേണ്ട ഒരു ആശയമാണ്. അതിനു മുമ്പ് നമ്മുടെ ചിദംബരം, ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം, അദ്ദേഹമാണ് ആദ്യമായി സാഫ്രൺ ടെററിസം എന്ന വാക്ക് ഉപയോഗിച്ചത്. തികച്ചും അപലപനീയമായൊരു പ്രയോഗമാണത്. കാവ്യവൽക്കരണം, അല്ലെങ്കിൽ കാവ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരവാദം നമ്മുടെ ഭാരതത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കൃതിക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ ഭാരതത്തിൽ. കാവ്യയുടെ പേരിൽ ഒരു ഭീകരവാദം ഭാരതത്തിൽ പിറവിയെടുക്കില്ല, അതിന് നിലനിൽപ്പുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് ഹിന്ദുത്വം എന്ന ആശയത്തെക്കുറിച്ച് പലരും വെച്ച് പുലർത്തുന്ന വ്യക്തമല്ലാത്ത, അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത നിലപാട് കൊണ്ടാണ്. ഹിന്ദുത്വം 100% ഭാവാത്മക മതേതരത്വത്തെ അംഗീകരിക്കുന്ന ദർശനമാണ്. ഭാവാത്മക മതേതരത്വവും ഇന്ന് നമ്മൾ പ്രയോഗത്തിൽ കാണുന്ന മതേതരത്വവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ തലങ്ങളിലേക്ക് ഇനിയുള്ള സന്ദർഭത്തിൽ അവസരമുണ്ടെങ്കിൽ ഞാൻ വരാം. ഭാവാത്മക മതേതരത്വം പറയുന്നത് സർവധർമ്മ സമഭാവന. മഹാത്മാഗാന്ധിജിയൊക്കെ ഉദ്ഘോഷിച്ചത് തന്നെയാണ്. എല്ലാ ധർമ്മങ്ങളെയും, എല്ലാ മതവിശ്വാസങ്ങളെയും സമാനമായി കണ്ടുകൊണ്ട്, ആരോടും പ്രീണനമില്ലാതെ, ആരെയും അവിഹിതമായി, അനർഹമായി പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ ഭാവാത്മക മതേതരത്വം, അല്ലെങ്കിൽ സർവധർമ്മ സമഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സർവധർമ്മ സമഭാവന എന്നുള്ളതും, മത സാഹോദര്യം എന്നുള്ളതും, മതേതരത്വം എന്നുള്ളതുമൊക്കെ പലപ്പോഴും മറ്റു പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഏതായാലും ഈ അവസരത്തിൽ ഞങ്ങളിതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സാർ പ്രതീക്ഷിച്ച അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ശ്രീ സദാനന്ദൻ മാസ്റ്റർ, താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് ശ്രീ ബി എൻ ഹസ്കറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിലെ BJPയുടെ വളർച്ചയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. അതിന് ശേഷം തുടർന്ന് അങ്ങോട്ട്
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും ഒക്കെ തീരുമാനിച്ചതിലും വലിയ വിമർശനങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ഏകാധിപത്യത്തിലേക്ക് പോകുന്ന പ്രവണത, സ്ത്രീ വിരുദ്ധത, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ CPM തിരുത്താൻ ഒരവസരത്തിലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ തങ്ങളുടെ സംഘടനാ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ചുരുങ്ങുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. അവിടെയാണ് RSSന്റെ പ്രസക്തി. RSS 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പഞ്ചപരിവർത്തൻ ശീലം, സമൂഹത്തിലേക്ക് ഇറങ്ങുക, കുടുംബത്തിലേക്ക് ഇറങ്ങുക, യുവത്വത്തിലേക്ക് ഇറങ്ങുക, സ്ത്രീകളിലേക്ക് ഇറങ്ങുക, ഇങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് RSS എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിൽ വീണ്ടും അവരുടെ ശക്തി തെളിയിക്കുന്ന ഈ അവസരത്തിൽ CPM എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രോഹിണി, ഇതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി അഭിനന്ദനം അർഹിക്കുന്നത് RSSന്റെ രണ്ട് കാര്യത്തിലാണ്. ഒന്നാമതായി, RSS അതിന്റെ 100 കൊല്ലം പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായി ദേശീയ പ്രസ്ഥാനം അടക്കമുള്ള രാജ്യത്തെ മറ്റ് പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം 100 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ദേശീയ പ്രസ്ഥാനങ്ങൾക്കോ ഒരിക്കൽ പോലും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ RSSന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്, RSSനെയും RSSന്റെ ലക്ഷ്യത്തെയും എല്ലാ കാലത്തും വിമർശിച്ചിട്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. 100 കൊല്ലമായി ഒരിക്കൽ പോലും പിളർപ്പിലേക്ക് നയിക്കാൻ കഴിയാതിരിക്കുന്ന ഒരേ ഒരു സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് RSS മാത്രമായിരിക്കും. അത് RSSനെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഒന്ന്, അത് RSSന്റെ ഉള്ളിലെ ഫാസിസ്റ്റ് സ്വഭാവത്തെ കൂടെ കാണിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ അതിൽ ജനാധിപത്യപരമായി അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് RSS പിളർപ്പിലേക്ക് പോകാതിരുന്നത് എന്ന വസ്തുത കൂടി ആ കാര്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമതായി, RSS ഇപ്പോ 100 കൊല്ലം കഴിയുമ്പോൾ RSS അഭിനന്ദനം അർഹിക്കുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട്. 75 കൊല്ലം കഴിഞ്ഞു ഗാന്ധിവധം നടന്നിട്ട്. ആ ഗാന്ധിജിയുടെ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാൻ RSS ഇന്ന് ആർജവം കാണിക്കുന്നുവെങ്കിൽ അത് RSSനെ അഭിനന്ദനം അർഹിക്കേണ്ടതിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി കാണണം. കാരണം RSSന്റെ ഗാന്ധി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്, ഗാന്ധി ലോകത്ത് ആകമാനം ഗാന്ധിസത്വം പ്രസക്തമാകുന്നത് ഗാന്ധിയുടെ സ്വദേശി ദർശനം കൊണ്ടാണ്. RSS ഇന്ന് തങ്ങളുടെ പഞ്ചശീലമായി കാണാൻ കഴിയുന്നത്, പഞ്ചതന്ത്രമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വദേശി എന്ന് പറയുന്ന ഗാന്ധിജി വിഭാവന ചെയ്യുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളകളിൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിന് ഗാന്ധി ഉപയോഗിച്ച മാർഗത്തെയുമാണ് എന്നുള്ളത് RSS അഭിനന്ദനം അറിയിക്കുന്നു. ഗാന്ധിജിയുടെ നിശിത വിമർശകരായിരുന്നിട്ടും ഗാന്ധിയെ കൊല്ലുന്നതിന് പോലും കൂട്ടുനിന്നിട്ടും RSS ഇപ്പോ ഗാന്ധിയുടെ മൂല്യങ്ങളെ എടുത്തുയർത്തുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ഗാന്ധി എന്താണെന്നും ഇന്നലെ പോലും ഗാന്ധിയുടെ പ്രതിപൗത്രനെ പോലും അപമാനിക്കുന്നതിന് തയ്യാറാകുന്ന RSS മനോഭാവമാണ്. ആ RSS മനോഭാവം ഗാന്ധി മരിച്ചിട്ട് 75 കൊല്ലം കഴിയുമ്പോൾ പോലും ഗാന്ധിജിയെ ഭയപ്പെടുന്ന ഒരു സംഘടനയായി RSS ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാര്യം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഗാന്ധിയോളം വലുത് മറ്റൊന്നില്ല എന്ന യാഥാർത്ഥ്യം 75 കൊല്ലം കഴിയുമ്പോഴെങ്കിലും RSS മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് RSSന് വിവേകം ഉദിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായി ഞാൻ RSSനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത്, മറ്റേതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി നിതാന്തമായി ജാഗരൂകരായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം നിസ്തൂലരായ പ്രവർത്തകരുടെ പട തന്നെ RSS ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം അത് വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലായിരുന്നിട്ട് പോലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്കോ RSSനോ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ നിലപാടെടുക്കാനോ കേരള രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യം നൽകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടെന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മതേതര ബോധവും വായനാശീലവും ചിന്താശീലവുമുള്ള മലയാളികളുടെ കൂട്ടായ്മയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കാണേണ്ടത്. കാരണം ഈ കപടത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് RSS ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക മൂല്യമാണ് എന്ന് പറയുമ്പോൾ RSSന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് വരേണ്യ ഹിന്ദുക്കളുടെ രാഷ്ട്രീയമാണ് എന്നുള്ളത് വളരെ കൃത്യമായി, അല്ലെങ്കിൽ ബ്രാഹ്മണിസമാണ് RSSന്റെ ഹിന്ദുത്വം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല
RSSന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 3 ശത്രുക്കളായി RSS പ്രഖ്യാപിച്ചിട്ടുള്ളത്, ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഒന്നാമതായി കമ്മ്യൂണിസ്റ്റുകാരും, രണ്ടാമതായി മുസ്ലിങ്ങളും, മൂന്നാമതായി ക്രിസ്ത്യാനികളുമാണ് എന്ന് അവരുടെ സൈദ്ധാന്തിക വശങ്ങളിൽ ആകമാനം പറഞ്ഞു വെക്കുമ്പോൾ RSSന് അത്തരത്തിൽ ഒരു വിശാല ദൈക്ഷണിക ബോധത്തിൽ അധിഷ്ഠിതമായ മതേതരത്തെ കാണുന്നതിനോ മതേതരത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനോ പറയുന്നതിനോ യാതൊരു അവകാശമില്ല. RSS നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ആഗ്രഹം. എന്തുകൊണ്ടെന്നാൽ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് സാധാരണ ശൂദ്രനിലേക്കും ദളിതരിലേക്കും ആദിവാസികളിലേക്കും ഒരേപോലെ ചേർത്ത് പിടിക്കാൻ RSS എന്നു തയ്യാറാകുന്നു, അന്നു മാത്രമേ നിങ്ങൾ ഈ പറയുന്ന RSSന്റെ മതബോധത്തെ സംബന്ധിച്ചും RSSന്റെ മതേതരത്വത്തെ കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യമാകൂ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഹിന്ദു സമൂഹത്തിനെങ്കിലും ബോധ്യമാകൂ എന്നുള്ളതാണ് വസ്തുത. ശരി, അതുമാത്രമല്ല ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 100-ാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ ആഘോഷങ്ങൾ ഒഴിവാക്കി പഞ്ചപരിവർത്തനശീലത്തിലേക്ക് വരും എന്നുള്ളതിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് വ്യക്തമാക്കിയത് ജാതി മത ചിന്തകൾക്ക് അതീതമായി തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനമെന്നും ഓരോ ശാഖകളും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് എന്നുമാണ് ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കിയത്. നമുക്ക് മതേതരത്വവാദത്തിലേക്ക് തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും RSSനെ വർഗീയ പാർട്ടി എന്ന് ചിത്രീകരിക്കുമ്പോൾ ഇതര മതസ്ഥരെ പ്രീണിപ്പിക്കുന്ന സ്വഭാവം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വച്ചു പുലർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഹൈന്ദവ വിരുദ്ധത കൃത്യമായി തന്നെ RSSനും ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് പലയിടങ്ങളിലും പ്രകടമാകുന്നുമുണ്ട്. അതുകൊണ്ട് ഹിന്ദുത്വ എന്നുള്ളത് RSS വച്ചു പുലർത്തുന്ന മതരാഷ്ട്രവാദമാണെന്നും തങ്ങളാണ് യഥാർത്ഥ മതേതരവാദികളെന്നും മറ്റു രാഷ്ട്രീയക്കാർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? RSS മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല, ഹിന്ദുത്വ എന്നുള്ളത് ഒരു വലിയ ആശയമാണ് എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ മതേതരത്വം എന്നുള്ള വാക്കിൻ്റെ ഒരു വിശാലാർത്ഥം എന്താണ്? ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് മതേതരത്വം. മതനിരപേക്ഷത എന്നോ മതേതരത്വം എന്നോ ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വെസ്റ്റേൺ ഒരു ക്രോണിക്കിൾസിൽ കാണുന്ന ഒരു രീതിയിലല്ല ഭാരതത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നത്. ഒന്നാമത് ആ ഒരു മതേതരത്വം എന്ന ഒരു വാക്ക് ഭരണഘടനയുടെ ഭാഗമാകുന്നത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിനു മുൻപ് അങ്ങനെ ഒരു വാക്കില്ല. ആ ഒരു സ്പിരിറ്റിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ ഒരു മതേതര അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതികളും എല്ലാ നാനാവിഭാഗങ്ങളും കൈമേയ് മറന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ മതേതരത്വം അതിനകത്ത് എംബെഡഡ് ആണ്. അതുകൊണ്ട് പ്രത്യേകമായി എഴുതി വെക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആ ഒരു ഭാഗം ഉണ്ടാകാതിരുന്നത്. പക്ഷേ അതേസമയം ഇന്ന് മതേതരത്വം എന്നത്, സെക്യുലർ എന്നത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെയെങ്കിൽ അതിന് കൂടുതൽ നിർവചനങ്ങൾ ആവശ്യമായി വരുന്നു. അവിടെയാണ് ഒരു RSS പോലെയുള്ളൊരു സംഘടന, ആ സംഘടനയുടെ ഒരു മതരാഷ്ട്രവാദം ഉണ്ടോ അതോ അങ്ങനെയല്ല എന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത, അതിൻ്റെ മറ്റൊരു പേരാണല്ലോ ഹിന്ദുത്വ. അപ്പോൾ ഹിന്ദു മതം ഹിന്ദുത്വയിൽ നിന്നും വേറിട്ട് കാണാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകേണ്ടത്. എല്ലാ ചിന്താധാരകളെയും ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു എന്ന ഒരു വാക്കിൻ്റെ തന്നെ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിനൊരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യമേ ഉണ്ടായിരുന്നില്ല ഒറിജിനലി. അതായത് പേർഷ്യൻസ് ഈ സിന്ധു നദി, അപ്പോൾ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ വിളിച്ചിരുന്ന സൗകര്യപൂർവ്വം ഹിന്ദു, അത് സ എന്നത് സകാരം അവിടെ പേർഷ്യൻ ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഹകാരം ആയി ഉപയോഗിച്ചു. അതുകൊണ്ട് സിന്ധു എന്നത് ഹിന്ദു എന്നാക്കി. അപ്പോൾ ഹിന്ദുസ്ഥാൻ, അങ്ങനെ സിന്ധു നദിയുടെ കിഴക്ക് പ്രദേശത്ത് വസിക്കുന്ന ആളുകളെ ഹിന്ദു എന്നും അവിടുത്തെ ആ പ്രദേശത്തെ ആകമാനം ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ഒരു, അന്ന് ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, അല്ലെ സനാതന ധർമ്മത്തിൻ്റെ ആദിമ രൂപമുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല പദമായി വരുന്നു. പിന്നീടാണ് വിവിധ ഘടനകൾ ഒന്നിച്ചു ചേർന്ന ബുദ്ധമതം, ജൈനമതം, ഇന്ത്യയിലെ തന്നെ തദ്ദേശീയങ്ങളായ ഒരുപാട് മതങ്ങൾ, ചിന്താധാരകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു ഹിന്ദു ഫോൾഡായി വരുന്നത് അതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ്.
അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന രൂപത്തിലാണ് ഇന്ന് സാധാരണ ഇന്ത്യക്കാർ ഹിന്ദുത്വ എന്ന ഐഡിയോളജിയെ കാണുന്നത്. അതായത് മതത്തെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് കാണണം. അതായത് മതം രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു ഉപാധിയായി മാറുന്നു. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് മതരാഷ്ട്രം ആയി മാറുന്നു. അത് ഹിന്ദുത്വയാണ്. അതായത് ഹിന്ദുക്കൾക്ക് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു മതവിഭാഗങ്ങൾക്ക് ഒരു നിർണായക എഡ്ജുള്ള മറ്റ് മതവിഭാഗങ്ങളെല്ലാം അതിൻ്റെ സൈഡ് ലൈൻസിൽ നിൽക്കുന്ന ഒരു സംവിധാനമായി പിന്നീട് ചിത്രീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഇതാ ഏറ്റവും എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം, RSSൻ്റെ ഈ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല ദത്താത്രേയ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജാതികളെ വേർതിരിച്ച് കാണുന്നില്ല, ജാതികളെയും മതത്തെയും വേർതിരിച്ച് കാണാതെ ഉൾക്കൊള്ളലിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നു. അത് ജനങ്ങളുമായി സംവദിക്കാനായി ഈ ഒരു വർഷം നിരന്തരമായ സമ്മേളനങ്ങൾ കൂടണം, കുടുംബ സദസ്സിലേക്ക് ആശയം കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ ജാതികളിലേക്കും ഇറങ്ങണം, എല്ലാ മതവിഭാഗങ്ങളിലേക്കും ഇറങ്ങണം. അതെന്താണ്, തെറ്റായ കാര്യമാണോ? നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഹിന്ദുത്വ എന്ന ആശയത്തിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ദൂരീകരിച്ച് കൃത്യമായ ഒരു നിർവചനം കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് RSSൻ്റെ ഈ 100ാം വാർഷിക വേള എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയാണ് BJP എന്ന രാഷ്ട്രീയ കക്ഷി 32ഓളം സംഘപരിവാർ സംഘടനകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷിയായി മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബജ്റാംഗ് ദൾ എന്ന യൂത്ത് വിംഗ് ഉണ്ട്, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, മഹിളാ മോർച്ചയുണ്ട് എന്ന് വേണ്ട ഒരുപാട് പോഷക സംഘടനകളെല്ലാം ചേർന്ന ഒരു ഫാമിലി, ഒരു വിശാല കുടുംബമാണല്ലോ സംഘ് പരിവാർ. അതിൻ്റെ ഒരു ഹബ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയാമല്ല കൾച്ചറൽ ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു പരിധിവരെ ഈ 32 സംഘടനകൾക്ക് പ്രവർത്തിക്കാനാവൂ. എത്ര ആവർത്തി ഇതെല്ലാം സ്വതന്ത്രമാണ്, അവരുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ദ കോമൺ ത്രെഡ് റിമെയിൻസ് RSS. അങ്ങനെയെങ്കിൽ RSSൻ്റെ ഈ നിലപാട് മാറ്റമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പുതിയ നിലപാട്, ക്ലാരിറ്റിയോട് കൂടിയുള്ള നിലപാട് തീർച്ചയായും സംഘപരിവാർ സംഘടനകളിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം, പ്രവർത്തന രീതിയിൽ ചിലപ്പോൾ ഈ ചില സംഘപരിവാർ സംഘടനകളാണ്, ഇപ്പോൾ ശ്രീരാമസേന അല്ലെങ്കിൽ അതുപോലെ ചില സംഘടനകൾ അത് നേരിട്ട് സംഘപരിവാറിനോട് അറ്റാച്ച്ഡ് ആണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഘടനകൾ ചെയ്യുന്നതിൻ്റെ തിക്തഫലം, പാപഫലം പേറേണ്ടി വരുന്നത് പലപ്പോഴും BJPയോ RSSോ ആണ്. അവിടെയാണ് ക്ലാരിറ്റി ഉണ്ടാകേണ്ടത്. ഇനി BJP-RSS ബന്ധം എന്ന് പറയുന്നത് പലരും കരുതുന്ന പോലെ, ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയായതുകൊണ്ട് കരുതുന്നതാണ്, എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയെ പൂർണ്ണമായി ഒരു ഭരണത്തിലെത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു സംഘടന അല്ല RSS. 1984 പൊതുതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പിൻബലം BJPക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ ഒരു സഹതാപ തരംഗത്തിന് തേരിലേറി 414 സീറ്റുകളുമായി കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തി, രാജീവ് ഗാന്ധി അധികാരത്തിലെത്തി. അന്ന് 2 BJPക്കാരാണ്. ആദ്യ തെരഞ്ഞെടുപ്പാണ്. BJP 1980 രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവുണ്ടായ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി അന്നത്തെ ഒരു ജനതാ പരിവാറിന് പിന്നിൽ RSS അണിനിരുന്നു എന്ന് വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദർശനങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഏത് രാഷ്ട്രീയ സംവിധാനമുണ്ടെങ്കിലും ആ രാഷ്ട്രീയ സംവിധാനമായി ടാക്റ്റിക്കലി ഒരു സഹായം എന്നതിനപ്പുറം ഒരു സ്വാതന്ത്ര്യം RSS ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു പൂർണ്ണമായി BJPയുടെ പരിവാർ സംഘടന എന്ന, അല്ലെങ്കിൽ RSS എന്നത് ഒരു പരിവാർ സംഘടന എന്ന ഒരു ചിന്താഗതി മാറ്റിവെച്ചിട്ട് കുറച്ചുകൂടി RSSനെ മനസ്സിലാക്കാൻ എല്ലാ കക്ഷികളും ശ്രമിക്കേണ്ട ആവശ്യകത ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് RSS ഈ ഒരു 100ാം വാർഷിക സമയം ഒരു ഔട്ട്റീച്ച് മറ്റെല്ലാ കക്ഷികളും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കക്ഷികളുമായിട്ടുൾപ്പെടെ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ മാത്രം അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സമാജ്വാദി പാർട്ടി പോലെയോ അല്ലെങ്കിൽ മറ്റ് ചില കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പരിധിവരെ ചില സംസ്ഥാനങ്ങളിൽ ഒരു ന്യൂനപക്ഷ ഒരു ഇമേജാണുള്ളത്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പലപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP കോൺഗ്രസ് ഫൈറ്റ് ഉള്ളിടത്ത് അത് കോൺഗ്രസിനാണ് പ്രധാനമായും ആ വോട്ടുകൾ ഇപ്പോൾ വീഴുന്നത് എന്നത് സത്യമാണ്.
അങ്ങനെയെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും രീതിയിലൊരു ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ അത് ദൂരീകരിക്കാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും RSS തമ്മിൽ പല സമയത്തും സഹകരിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാതെ ഈ ചർച്ച പൂർണ്ണമാവില്ല. അതിതാണ് 2024 പൊതു തിരഞ്ഞെടുപ്പ്. RSSൻ്റെ ശക്തി ഏറ്റവും പ്രകടമായ ഒരു തിരഞ്ഞെടുപ്പാണ്. അത് BJPക്ക് അനുകൂലമായി അല്ല. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമെങ്കിലും അത് BJPക്ക് അനുകൂലമായിട്ടല്ല വന്നത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർ സമ്മതിക്കും. കാരണം ഉത്തർപ്രദേശിൽ അങ്ങനെയാണെങ്കിൽ RSSൻ്റെ കാഡർ സംവിധാനം പൂർണ്ണമായി, ശാഖകളുടെ പ്രവർത്തനം പൂർണ്ണമായി BJP അനുകൂലമായി കേന്ദ്രീകരിച്ചിരുന്നു എങ്കിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് 80-ൽ 43 സീറ്റുകൾ ലഭിക്കുമായിരുന്നില്ല. BJP 33-34 താഴുമായിരുന്നില്ല. അതുപോലെ മഹാരാഷ്ട്രയിലും RSSന് ശക്തമായ വേരുകളുള്ള മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാദിക്ക്, അതായത് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഗാദിക്ക് മേൽക്കൈ ലഭിച്ചതിന് പിന്നിലും RSSൻ്റെ ഒരു മെല്ലപ്പോക്കുണ്ടായിരുന്നു. എന്നാൽ RSS അതിൻ്റെ ഉഗ്രപ്രതാപം കാട്ടിയ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ, ഡൽഹിയിൽ, പിന്നീട് മഹാരാഷ്ട്രയിൽ സംഭവിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ്. അതിൽ ഒരു കാര്യം മാത്രം ഓർക്കണം. RSSൻ്റെ സർസംഘചാലക് പ്രകടിപ്പിച്ച ഒരു ചെറിയ അതൃപ്തിയുണ്ട്. അത് മാത്രമല്ല, BJPയുടെ നേതാവ് JP നദ്ദ, ഇപ്പോൾ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് JP നദ്ദ, അത് വീൺവാക്കാണോ ബോധപൂർവമുള്ള വാക്കാണോ എന്നറിയില്ല, RSSന് സഹായം ഇല്ലാതെ തന്നെ രണ്ട് കാലിൽ നിൽക്കാനുള്ള ശക്തി ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി സമാഹരിച്ചു കഴിഞ്ഞു എന്നതിനുള്ള മറുപടിയാണോ അത് എന്ന് പലരും സ്വാഭാവികമായി ചിന്തിച്ചു പോകും. അങ്ങനെയെങ്കിൽ നിങ്ങൾ BJPയുടെ അണികൾ പ്രവർത്തിച്ചുകൊള്ളൂ. പക്ഷേ RSS കൈമയും മറന്ന് ബൂത്ത് തലം മുതൽ ഹൗസ് വിസിറ്റ് ഉൾപ്പെടെ മാനേജ് ചെയ്ത് 50,000-ഓളം ചെറിയ മീറ്റിങ്ങുകളാണ് ഡൽഹി നഗരത്തിൽ, ഡൽഹി എന്ന ചെറിയ സംസ്ഥാനത്ത്, അത് പൂർണ്ണ സംസ്ഥാന പദവി പോലുമില്ല, അവിടെ നടന്നത്. അത് ഇലക്ടറലി ഉണ്ടാക്കിയ വലിയ പാരഡൈം ഷിഫ്റ്റ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഹരിയാനയിലെയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ BJP എന്നത് RSSും BJPയും എക്കാലത്തും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. ദർശനപരമായി ഒരുപക്ഷെ RSS ഉയർത്തുന്ന ദർശനങ്ങൾ നടപ്പാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, പൊളിറ്റിക്കൽ വെഹിക്കിൾ ആയി വേണമെങ്കിൽ BJPയെ കാണാം. അതിൽ തെറ്റൊന്നുമില്ല. അത് ചിലപ്പോൾ മറ്റ് കക്ഷികളായിരിക്കും ചില സമയങ്ങളിൽ ചെയ്യുന്നത്, അതിൽ തെറ്റില്ല. അതുകൊണ്ട് RSSനെ കുറിച്ചുള്ള ലാർജർ ആൻഡ് വൈഡർ അണ്ടർസ്റ്റാൻഡിങ് അത് മറ്റുള്ളവർക്ക് ലഭിക്കാൻ തക്ക രീതിയിൽ RSS ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇതെന്ന് പറയുന്നത് ഔട്ട്റീച്ച് ആണല്ലോ, എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെ ഒഴിച്ചു നിർത്തരുത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി, മറ്റ് സംഘടനകളുമായി, മറ്റ് NGOസുമായി സംവാദത്തിനുള്ള, ആരോഗ്യപരമായ സംവാദത്തിനുള്ള, ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള സംവാദത്തിനുള്ള വേദി കൂടി RSS ഒരുക്കി എങ്കിൽ വളരെ ആരോഗ്യപരമായ ഒരു രാഷ്ട്രനിർമ്മാണ പ്രക്രിയ ഉണ്ടാകും. അല്ലാതെ രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത് ഒരു സംഘടനയോ ഒരു പ്രത്യേക സ്ഥാപിത താല്പര്യമുള്ള ഒരു ഗ്രൂപ്പോ മാത്രം ചെയ്യേണ്ടതല്ല. അപ്പോൾ രാഷ്ട്രവിരുദ്ധമായ ഏതെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാൻ, രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്ക് അതീതമായി കൈകോർക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയരുമ്പോഴാണ് RSSന് എല്ലാ മേഖലകളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, പക്ഷേ രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഒരുമിച്ച് നേരിടാൻ എപ്പോഴെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലുള്ളവർ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഈ അധിനിവേശ ശക്തികൾക്ക് കുടപിടിക്കുന്ന പ്രവണത, വിദേശത്തടക്കം പോയി ഭാരതത്തെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന പ്രവണത, ഇതൊക്കെ കാണുന്നുണ്ട്. ശ്രീ GV ഹരി, ഇവിടെ കോൺഗ്രസ് എന്തെല്ലാം കാര്യങ്ങളാണ് RSSന് മേൽ ചൂണ്ടിക്കാട്ടുന്നത്? അവരൊരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സ്ഥാപിച്ചുകൊണ്ട്, കാരണം ഹിന്ദുത്വ എന്നുള്ളതൊരാശയമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഹൈന്ദവ ആരാധനാമൂർത്തികളെ അടക്കം അവഹേളിക്കുന്ന പ്രവണത കേരളത്തിലുടനീളം തുടരുന്നുണ്ട്. അതിനെതിരെയൊന്നും ഒരക്ഷരം പോലും ഉരിയാടാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ഇത് RSS മാത്രമാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നത്? രോഹിണി, ഈ ചർച്ചയിൽ ഞങ്ങൾ 3 പേരും, അതായത് ശ്രീ ഹസ്കർ ആണെങ്കിലും ഡോക്ടർ മോഹൻ വർഗീസ് ആണെങ്കിലും ഞാനാണെങ്കിലും സദാനന്ദ മാഷ് പറഞ്ഞ ആ 3 പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചപരിവർത്തന തത്വങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഞാൻ അസ്കർ അത് വളരെ തമാശയോടെ പറഞ്ഞു, മോഹൻ സാർ അത് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ മോഹൻ സാറോട് പറയായിരുന്നു, ഇത് RSSൻ്റെ പരിവർത്തന പരിപാടി തന്നെയാണോ എന്ന് ചോദിച്ചത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് പുതിയ പരിവർത്തന സംവിധാനമാണെങ്കിൽ
നിങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ അസ്കർ പറഞ്ഞ പോലെ ഗാന്ധിയൻ ആശയങ്ങളെ പുലുകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കം തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി ഇത് വിശദീകരിക്കാം വേറെ തരത്തിൽ. കുടുംബങ്ങളിൽ നിന്ന് ഫാമിലി ഈസ് ദ ബേസിക്, ഞാൻ സോഷ്യോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്, അതുകൊണ്ട് സോ ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ നിന്ന് പരിവർത്തനം സമൂഹത്തിലേക്ക് വരുന്നു. ആ സമൂഹത്തിലെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയിലേക്ക് വരുന്നു. പരിസ്ഥിതിയിൽ നിന്ന് സ്വദേശിയിലേക്ക് വരുന്നു. സ്വദേശിയിൽ നിന്ന് പൗരബോധത്തിലേക്ക് വരുന്നു. പൗരബോധത്തിൽ നിന്ന് വികസിത രാജ്യത്തിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ഒരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇതാണ് ഞങ്ങൾ കുറേ കാലമായി ഈ രാജ്യത്ത് 10-75 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം. ആ ആശയത്തെ ഒരു പുനർവിചിന്തനത്തിലൂടെ മാറ്റാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് സദാനന്ദ മാഷ് പറഞ്ഞതുപോലെ RSSന് സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാരും തെറ്റ് കാണില്ല. മോഹൻ സാറ് തെറ്റ് കാണുന്നില്ല, അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്. പക്ഷേ അതിനകത്ത് പറയുന്ന പ്രശ്നം എന്താണ്? ഹിന്ദുത്വ. There is a struggle between this Hindutva and Hinduism or Hindutva versus Hinduism. ഒരിക്കൽ രാഹുൽ ഗാന്ധി ഇത് വളരെ കൃത്യമായി പാർലമെൻറ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഹിന്ദുവാണ്, ഐ ആം എ പ്രൗഡ് ഹിന്ദു. ഞാൻ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്താണ് ഹിന്ദു? ന ഹിംസായതേ ഹിന്ദു, ന വാച ന മന കർമ്മ. മറ്റൊരാളെ ഹിംസിക്കാത്തത് ന ഹിംസായതേ ഹിന്ദു എന്നാണ്. അപ്പം മറ്റൊരാളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ ഒരു തരത്തിലും ഹിംസിക്കാത്തവനാണ് ഹിന്ദുവെങ്കിൽ, ആ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിലാണ് ഹിന്ദുയിസത്തിൻ്റെ അടിത്തറയെങ്കിൽ ആ ഹിന്ദുയിസത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി സി ദ ഫ്രീഡം ഇൻ ഹിന്ദുയിസം. 33 കോടി ദൈവങ്ങളുണ്ട്. എനിക്ക് ചരാചരങ്ങളിൽ വിശ്വസിക്കാം. എനിക്ക് ഗണപതിയിൽ വിശ്വസിക്കാം, എനിക്ക് നരസിംഹമൂർത്തിയിൽ വിശ്വസിക്കാം, എനിക്ക് വിഷ്ണു ഭഗവാനിൽ വിശ്വസിക്കാം, എനിക്ക് ശിവനിൽ വിശ്വസിക്കാം, എനിക്ക് ആറ്റുകാലമ്മയിൽ വിശ്വസിക്കാം, തൊട്ടപ്പുറത്തുള്ള കൊഞ്ചിറവള ദേവീക്ഷേത്രത്തിലെ ദേവിയിൽ വിശ്വസിക്കാം. ഈ 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കാനുള്ളൊരു ഫ്രീഡം തരുന്ന ഏതെങ്കിലും മറ്റൊരു സംവിധാനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ RSS അത് മുന്നോട്ടെടുക്കുമ്പോൾ അത് ഹിന്ദുത്വയിലേക്ക് വരുമ്പോൾ ഇവിടെ ഹസ്കർ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യം ഇല്ലാത്ത ഒരവസ്ഥ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമായി ഹസ്കർ പറഞ്ഞതിന് ഞാനും പിന്താങ്ങുകയാണ്. ഇത്രയും വർഷമായി 100 വർഷം. ആ 100 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, 75 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ എവിടെയായിരുന്നു RSS എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. RSSനെ കണ്ടിരുന്നില്ല. RSSൻ്റെ ചില നേതാക്കന്മാരൊക്കെ വന്നിട്ട് അവരൊക്കെ മാപ്പെഴുതി കൊടുത്തു പോയി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് RSS മുന്നോട്ട് വെക്കുന്നതെങ്കിൽ, ഈ പരിവർത്തന തത്വമാണ് RSS മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതിനകത്തൊരു സംശയവുമില്ല. കാരണം അതിനകത്ത് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് ഒരു കുടുംബത്തിന് പരിവർത്തനം ഉണ്ടാകേണ്ട എന്ന് നമ്മൾ പറയുന്നത്? എവിടെയാണ് ഒരു സമൂഹത്തിന് പരിവർത്തനം വേണ്ട എന്ന് നമ്മൾ പറയുന്നത്? എന്താണ് പരിസ്ഥിതി എന്തിനു സംരക്ഷിക്കണം എന്ന് ആരാണ് ചോദിക്കുന്നത്? അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ സമൂഹത്തിലെ ജനങ്ങൾക്കൊരു സിവിക്സ് സെൻസ് ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വികസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. രോഹിണി ചോദിച്ചൊരു ചോദ്യം, ഇവിടെ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇവിടെ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ച എനിക്ക് തോന്നുന്നു രോഹിണി കണ്ടിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടക്കൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ CPM നടത്തിയിട്ടുള്ള വിപ്ലവഗാനത്തിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ്. അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അഷ്കർ ഇടതുപക്ഷ നിരീക്ഷകനാണ്. അദ്ദേഹം ഒരുപക്ഷെ അത് അംഗീകരിക്കില്ലായിരിക്കാം, അദ്ദേഹം അതിനോടൊപ്പം കൂട്ടുനിൽക്കില്ലായിരിക്കാം. പക്ഷേ അന്ന് അവിടെ വന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഏറ്റവും വിശദമായി വിമർശിച്ചൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഈ മതത്തെ ഈ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നതിനെ വ്യക്തിപരമായി എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി അത് RSS മാത്രമല്ല വർഗീയത പറയുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നത് SDPI. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം ഏത് വ്യക്തികൾക്കും, കുറച്ച് വ്യക്തികൾക്ക് ഏത് സംഘടനകൾക്കും രൂപം കൊടുക്കാം. അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ആകാം. പക്ഷേ അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, പരിസ്ഥിതിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. പക്ഷേ എവിടെയെങ്കിലും ഒരു വിഘടനവാദമോ അതിനെ വർഗീയവൽക്കരിക്കുകയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വളരാൻ അനുവാദം ഉണ്ടാകണമെന്നും അവർ മാത്രം ഇവിടെ വളർന്നാൽ മതി എന്നും പറയുന്ന ആശയത്തെ എല്ലാ കാലത്തും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർത്ത ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എതിർത്തിട്ടുള്ള ആളുകളെ ബോംബ് വെച്ച് ചിന്നിച്ചിതറിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് കോൺഗ്രസ് പാർട്ടി അത് അവസാനിപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് തന്നെ പോകും. രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജവഹർ ബാൽ മഞ്ച് എന്ന് പറയുന്ന സംഘടനയുമായി ഞാൻ കഴിഞ്ഞ 10-15 വർഷക്കാലത്തോളം ഞാൻ പ്രവർത്തിക്കുന്നത് ഒറ്റ കാരണത്തിലാണ്, ഒറ്റ അടിസ്ഥാനമാണ്. വാട്ട് ഈസ് ദ ഐഡിയോളജി ഓഫ് ജവഹർ ബാൽ മഞ്ച് എന്നോട് ചോദിച്ചാൽ ഇറ്റ് ഈസ്
ഈസ് നത്തിങ് ബട്ട് ദി ഐഡിയോളജി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് വ്യക്തിപരമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ദിസ് ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഫോർ കോൺഗ്രസ് പാർട്ടി, ദിസ് ഈസ് ഫോർ ദിസ് കൺട്രി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സംഘടന. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികമായിട്ടുള്ള ആശയങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തൂ, അതിലൂടെ രാജ്യത്തെ ഭാരതം എന്ന് പറയുന്ന ആശയത്തെ ഒന്നിപ്പിക്കൂ എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാഷ് ഞാൻ പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതവുമില്ല. കാരണം മാഷ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആശയങ്ങളെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു സംശയവുമില്ല. പക്ഷേ അതിനകത്ത് ഒരാശയം അദ്ദേഹം എവിടെയോ വിഴുങ്ങിയിട്ടുണ്ട്. ആശയം മറ്റൊന്നല്ല, സെക്കുലർ എന്ന് പറയുന്ന ആശയമാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഞാൻ മറുപടി പറയട്ടെ രോഹിണി. അദ്ദേഹം പറഞ്ഞു 1975 ഈ ഭരണഘടനയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി RSS അത് ശക്തമായിട്ട് മുന്നോട്ട് വന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. ഇപ്പോൾ എന്നെക്കാളും ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി അറിയാൻ കഴിയുന്ന ആളാണ് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടന എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ ആ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2024 തെരഞ്ഞെടുപ്പ്. ആ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചൊരു വലിയ മുദ്രാവാക്യമുണ്ട്, ഇസ് ബാർ 400 പാർ എന്നാണ്. ഇത്തവണ 400-ൽ കൂടുതൽ എന്നാണ്. പക്ഷെ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഈ രാജ്യത്തിൻ്റെ 4000 കിലോമീറ്ററുകൾ അദ്ദേഹം നടന്നു നീങ്ങിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മുടെ ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്നാണ്. നമ്മുടെ ഭരണഘടന എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ആ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ ഭരണഘടനയെ തിരുത്തിക്കുറിക്കാൻ കുറേ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ രാജ്യത്തിൻ്റെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. 300 മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി 2 തവണ അധികാരത്തിലേക്ക് വന്ന് ഒറ്റത്തവണ ഒരാളുടെയും സഹായമില്ലാതെ ഭരിച്ച BJP ഇന്ന് മറ്റ് സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭരണഘടന വെല്ലുവിളി നേരിട്ടാൽ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാഷേ ഞാൻ പറഞ്ഞതിൽ ഒരു അത്ഭുതമില്ല. ഞാനും താങ്കളുമൊക്കെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പകർന്നു കൊടുക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു സങ്കടകരമായ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭരണഘടനയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ സഞ്ചരിക്കുക അല്ലെങ്കിൽ എൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഞാൻ കുട്ടികളോട് ചോദിച്ചു, രാജ്യത്ത് എത്ര മതമുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളല്ല കേട്ടോ, എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം 20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികളാണ്. രാജ്യത്ത് എത്ര മതമുണ്ട് എന്ന് ചോദിച്ചു. രാജ്യത്ത് എത്ര മതമുണ്ടെന്ന് കൃത്യമായി കുട്ടികൾക്ക് അറിയില്ല. അതായത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര മതമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു 11 മതങ്ങളുണ്ട് രാജ്യത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതങ്ങളുള്ളത്, ലോകത്തെ ഏറ്റവും കൂടുതൽ 198 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മതമുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്. അനിമിസമടക്കം 11 മതങ്ങൾ. ഏറ്റവും അവസാനമായി 1975 വന്ന ബഹായി മതം, ആ ബഹായി മതം കടന്നു വന്നപ്പോഴും ആ ഹിന്ദുത്വത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി അവർക്ക് 75 ഏക്കർ സ്ഥലം ഡൽഹിയിൽ കൊടുത്തു. അവിടെയാണ് ലോട്ടസ് ടെമ്പിൾ ഉള്ളത്, ബഹായി ടെമ്പിൾ അല്ല എന്ന് പറയുന്ന ലോട്ടസ് ടെമ്പിൾ ഉള്ളത്. ഞാൻ ആ ചോദ്യം ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, ഏതാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം കുട്ടികളും ഹിന്ദുമതം എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അധ്യാപകൻ എന്ന നിലയിൽ തലകുലിച്ചു പോകുന്നൊരാശയമാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം രാജ്യത്തിന് മതമില്ല എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്തിനൊരു പ്രത്യേക മതമുണ്ടെന്നും ഈ മതമാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആളുകൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും എന്നെ സങ്കടപ്പെടുത്തുന്നു. ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ അതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുപോകാൻ ഈ പഞ്ചതത്വങ്ങൾക്കൊപ്പം ഈ പരിവർത്തന തത്വങ്ങൾക്കൊപ്പം ഒരു തത്വം കൂടി ആഡ് ചെയ്യണം, അത് ഇൻക്ലൂസീവ്നെസ് ആണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരി, പക്ഷേ കുട്ടികളോട് തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അവർ അതിന് ഉതകുന്ന ഉത്തരമല്ലേ നൽകുകയുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ രോഹിണി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തെറ്റെന്ന് പറയാമോ? ശരി, കാരണം അല്ല, രോഹിണി അങ്ങനെ തിരുത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് രോഹിണിയോട് ഒരു ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തെറ്റൊന്നും എനിക്ക് പറഞ്ഞുതരാം. അല്ല, കാരണം കുട്ടികളുടെ മുന്നിൽ ഒരു അധ്യാപകൻ ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായും ചിന്തിക്കും, അവർക്ക് അറിയാവുന്ന തരത്തിലേക്ക് പോകും. കാരണം ഇവിടെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷം എന്നുള്ളത് പ്രഖ്യാപിത ന്യൂനപക്ഷങ്ങൾ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് അവർ സ്വാഭാവികമായും ഭൂരിപക്ഷമായിരിക്കാം എന്ന് കരുതി. ശരി ശരി, ശ്രീ സദാനന്ദൻ മാസ്റ്ററിലേക്ക് എത്താം. അതിനു മുൻപ് ഹസ്കറിലേക്ക് പോയതിന് ശേഷം, ശ്രീ ഹസ്കർ, നേരത്തെ RSS രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്താണ് എന്നുള്ളത് താങ്കൾ പല ആലങ്കാരിക പ്രയോഗങ്ങളിലൂടെയും വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഭൂരിപക്ഷ വർഗീയതയെ തോൽപ്പിക്കാനായിട്ടാണ് ന്യൂനപക്ഷ വർഗീയത
ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള സ്ഥിരം ന്യായീകരണമല്ലാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ എപ്പോഴെങ്കിലും വിലയിരുത്തുകയോ നിശിതമായി വിമർശിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൈന്ദവ ആരാധനാമൂർത്തികളെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു, അവർക്കെതിരെ നിരന്തരം പ്രസംഗത്തിൽ ഉൾപ്പെടെ പറയുന്നു, സനാതന ധർമ്മത്തിനെതിരെ CPM നേതാക്കൾ തന്നെ പറയുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങേയറ്റം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും RSS വർഗീയ പാർട്ടിയാണ് എന്നുള്ള ഒരു കൽപ്പിത ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമമല്ലേ നടത്തുന്നത്? അവിടെ എപ്പോഴെങ്കിലും തിരിച്ചൊരു അഭിപ്രായം പറയാൻ ധൈര്യം കൈവരിച്ചിട്ടുണ്ടോ ഇടതുപക്ഷം? അല്ല രോഹിണി, RSSന്റെ ആത്യന്തിക രാഷ്ട്ര ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് RSS നിലവിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. മാത്രമല്ല, സവർക്കറും ഗുരുജി ഗോൾവാർക്കറും തമ്മിലുള്ള രാഷ്ട്രീയ സൈദ്ധാന്തിക അഭിപ്രായ വ്യത്യാസങ്ങൾ. കാര്യം RSSനെ സൈദ്ധാന്തികമായി ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നതിൽ നിസ്തൂലമായിട്ടുള്ള സേവനം നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ ഗുരുജി ഗോൾവാർക്കറുടെ ദാർശനികപരമെന്ന് തോന്നുന്ന തരത്തിൽ സർവശാസ്ത്ര യുക്തികളെയും നിരാകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും ആ പുസ്തകങ്ങളുടെയും തുടർ പറ്റിക്കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ മാറ്റിമറിക്കുന്നതിന് ഉതകുന്നതായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകൾ ഒരുപക്ഷെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അവിടെ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്, സവർക്കർ ഒരു എത്തിയസ്റ്റ് ആയിരുന്നു. സവർക്കർ ഒരിക്കലും ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുകയും ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി രൂപപ്പെടുത്തിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. എന്നാൽ ഗോൾവാർക്കർ അടക്കമുള്ള ആളുകൾ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് എന്ന് കപടതയിലൂടെ അവതരിപ്പിക്കണം. നിങ്ങൾ ഈ പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിനെ കുറിച്ച് വലിയ സംശയമുണ്ട്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് എന്ന് RSS ഇപ്പോ ചരിത്രം പുനഃക്രമീകരിക്കുകയും പുനർവായന നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവൃത്തികളാണ് ഒരുപക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അടക്കം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി RSS ശ്രമിക്കുന്നത്. RSSന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നിശ്ചയമായും ഏക മത കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പമാണ്. അവിടെ ഇതര മത സ്വഭാവങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് രാഷ്ട്രത്തിന് പുറത്തു പോകണമെന്നുള്ളത്. അവരുടെ ദേശീയതാ സങ്കല്പം പോലും കൃത്യമായി ഹിന്ദു എന്ന് പറയുന്ന സാംസ്കാരിക സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമാണ്. അതിനപ്പുറം നിൽക്കുന്നവരെല്ലാവരും ഇന്ത്യക്ക് പുറത്തു പോകണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ദാർശനിക ചിന്തകളാണ് RSS അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ മാറ്റം വരാതെ RSSന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് RSSനെ വിമർശിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മാറി പറയാനാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകാരിയാണെന്ന് കരുതുന്നവരാണ്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ അകലത്തിൽ നിർത്തണം എന്ന് കാണും. ഇപ്പൊ പോലും RSS പഞ്ചതന്ത്രത്തിൽ അധിഷ്ഠിതമായി ഒരു 100 വയസ്സ് തികയുന്ന RSSന്റെ ആഘോഷ പരിപാടികൾ ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും ഇവിടെ ജാതീയമായിട്ടുള്ള സംവരണങ്ങൾ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കണം. ഇന്നും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് 75 കൊല്ലം കഴിഞ്ഞിട്ടും എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കുന്നതിനും ദളിതനും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ജാതി സെൻസസിനെ പോലും ഇന്ത്യയിൽ നിരാകരിക്കുന്നതിന് RSSന്റെ രാഷ്ട്രീയ രൂപമായ BJPയും അതിന്റെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ ദളിതനും അർഹമായ പ്രാതിനിധ്യം രാജ്യത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൊഴിലിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പൊ കരുതും നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം വളരെ കൃത്യമായി നടന്നു പോകുന്ന രാജ്യമാണ്. പക്ഷെ അത് ലഭിക്കുന്നത് നേരത്തെ ലഭിച്ചിരുന്ന ഒരുപക്ഷെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിലൂടെ വിദ്യാഭ്യാസം ലഭിക്കുകയും തൊഴിൽ ലഭിക്കുകയും ചെയ്ത മാതാപിതാക്കളുടെ മക്കൾക്കു തന്നെ തുടർച്ചയായി ലഭിച്ചുകൊണ്ട് പോവുകയും സാധാരണ ദളിതൻ ഇപ്പോഴും ചാളയിൽ തന്നെ കഴിഞ്ഞു പോകേണ്ടതായി വരുന്ന ഒരു ദുർസ്ഥിതി രാജ്യത്തുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് ഒരുപക്ഷെ RSSനെ പോലുള്ള സംഘടനയ്ക്ക് ഒരുപക്ഷെ അതിൽ ഇടപെടാൻ കഴിയും എന്ന് കരുതുന്നതാണ്. കാരണം അവരുടെ ഒരു കാര്യം RSSനെ അഭിനന്ദിക്കേണ്ടത് തന്നെയുണ്ട്. അത് വളരെ ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ്. കാര്യം അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ചും വളരെ ചുരുക്കം ചിലരെങ്കിലും നിസ്തൂലമായി ഒരുപക്ഷെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ലാതെയും കാണാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സർവം ത്യജിച്ചുകൊണ്ടിട്ടുള്ള ഒരു സന്യാസ തുല്യമായിട്ടുള്ള
ജീവിതം നയിക്കുന്ന നിരവധി RSS പ്രചാരകരെ നമുക്ക് രാജ്യത്തുടനീളം കണ്ടെത്താൻ കഴിയും. പക്ഷെ ഒരുപക്ഷെ അത് നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരായി ജീവിച്ചിട്ടുള്ള ആളുകളിലും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് വംശനാശം വന്നിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഒരുപക്ഷെ മറ്റ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത് ഇപ്പോഴും RSSന്റെ പ്രചാരകരായി കഴിയുന്ന മഹാഭൂരിപക്ഷം ആളുകളും സർവ്വതും ത്യജിച്ചുകൊണ്ട് ഒരുപക്ഷെ തങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്തൂലമായ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അങ്ങനെ ചില വസ്തുതകളെ നമുക്ക്, പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അവർ ഉയർത്തുന്ന ചോദ്യങ്ങളിലേക്ക് ആണ് അപകടകരമായിട്ടുള്ള ഒരു പരിണാമ സിദ്ധാന്തം ഇപ്പോ അപകടകരമായിട്ടുള്ള ആ പരിണാമ സിദ്ധാന്തത്തിൽ നിന്നും ഇപ്പോ പഞ്ചതന്ത്രത്തിലേക്ക് പരിണമിക്കുമ്പോൾ അത് ഒരുപക്ഷെ അത് രാജ്യത്തിന്റെ ഒരു മികച്ച മാറ്റത്തിന് വേണ്ടി ഉതകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതൊരുപക്ഷെ എത്രത്തോളം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിലെ ഇതര മതവിശ്വാസികൾക്കും എത്രത്തോളം അത് സ്വീകാര്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിലും ആ സംശയം ദൂരീകരിക്കുന്നതിന് ഒരുപക്ഷെ RSSന് കഴിയട്ടെ. അങ്ങനെ കഴിഞ്ഞാൽ എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്ത് സംവാദത്തിന്റെ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാൻ എന്നെ പോലുള്ള ആളുകൾ കരുതുന്നത്. ശരി, ശ്രീ സദാനന്ദൻ മാസ്റ്റർ, ഇവിടെ RSSനെതിരെ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങൾ ഭരണഘടനാ വിരുദ്ധത, ഹിന്ദുത്വവാദം, മതരാഷ്ട്രവാദം, അതോടൊപ്പം കേന്ദ്ര ഭരണത്തിൽ കാര്യക്ഷമമായുള്ളൊരു ഇടപെടൽ നടത്തി ജാതി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി ഇനിയും പല ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ വിലയിരുത്തുമ്പോൾ RSS എന്നുള്ള സംഘടന 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും രാജ്യത്ത് എന്ന് തന്നെയാണ് താങ്കളും ചിന്തിക്കുന്നത്? രോഹിണി, ഇവിടെ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ GV ഹരി ആയാലും ഡോക്ടർ മോഹൻ വർഗീസ് സാറായാലും അഡ്വക്കേറ്റ് ഹസ്കർ സാറായാലും അവരൊക്കെ ഉന്നയിച്ച RSSനെ കുറിച്ച് ഉന്നയിച്ച അവരുടെ ആശങ്കകളെന്നോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതനുസരിച്ച് RSSനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്നോ എന്ന നിലയ്ക്കൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എനിക്ക് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ പരമാവധി അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താനായിട്ട് ശ്രമിക്കാം. അതിനിടയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഹരിക്ക് ഇനിയും ഒരുപക്ഷെ വീണ്ടും ഞെട്ടേണ്ടി വരും. കാരണം എന്താണെന്നറിയോ ഡോക്ടർ ഹരി, നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ RSSനെ കുറിച്ച് അറിയുന്നത് RSSലൂടെയല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പരിമിതിയായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങളിലൂടെ RSSനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ ഹരിയെ പോലുള്ള ആളുകൾ, അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ള ആളുകളൊക്കെ RSSനെ കുറിച്ച് അറിയുന്നത് RSSനെ നിരന്തരം നിഷേധാത്മക സമീപനത്തിലൂടെ മാത്രം മനസ്സിലാക്കിയവരിൽ നിന്നായതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്തായാലും ആ വിഷയങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം, ഞാൻ 2-3 വിഷയങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചത്, ഒന്ന് ഭരണഘടനയെ സംബന്ധിച്ചാണ്. ഞാൻ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ഒരു കാര്യകർത്താവാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഘടകമായിട്ടുള്ള സ്വയം സേവകൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും ഇതേ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണത്തിലുള്ള കേന്ദ്രഭരണ സംവിധാനത്തിലുള്ള ഏതാണ്ട് എല്ലാവരും ആ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഭാരതത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും BJP നേതൃത്വം നൽകുന്ന മുന്നണിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ മന്ത്രിമാരാവട്ടെ അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ ലഭ്യമാകുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഞങ്ങളുടെ മാതൃപ്രസ്ഥാനത്തിലൂടെയാണ്. 1 മണിക്കൂർ നേരത്തെ സംഘശാഖ, അതാണ് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. 1 മണിക്കൂർ നേരത്തെ സംഘശാഖയിൽ മാനസികവും ആധ്യാത്മികവുമായ പരിശീലനമാണ്
ഭൗതികവുമായ പരിശീലനമാണ് ശാഖയിൽ നടക്കുന്നത്. അതിനെയാണ് വ്യക്തി നിർമ്മാണം എന്ന് പറയുന്നത്. സംഘത്തിൻ്റെ ശാഖയിലേക്ക് വന്നെത്തുന്ന ഒരാൾ ഒരുപക്ഷെ ഏത് തലത്തിലുള്ള ആവട്ടെ, മത, ജാതി, വർഗ, വർണ്ണ, രാഷ്ട്രീയ, പ്രായ ഭേദമില്ലാതെ ആർക്കും സംഘത്തിൻ്റെ ശാഖയിലേക്ക് വരാം. അതൊരു പൊതു ഇടമാണ്. അവിടെ ആരെയും മതിൽ കെട്ടിത്തിരിക്കുന്നില്ല. ആർക്കും വരാം, കാഴ്ചക്കാരായിട്ടിരിക്കാം, അതല്ലെങ്കിൽ പരിപാടികളിൽ പങ്കാളികളാവാം. അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഞങ്ങളെ ഈ പറയുന്ന സ്വയം സേവകൻ എന്ന വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നത്. ആ വ്യക്തിത്വം ആർജിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന, സംഘത്തിൻ്റെ ശാഖയിലൂടെ ലഭിക്കുന്ന രാഷ്ട്രസങ്കല്പമുണ്ട്. ആ സങ്കല്പം അനുസരിച്ച് രാഷ്ട്രമെന്ത്, രാഷ്ട്ര സമൂഹമെന്ത്, രാഷ്ട്ര സുരക്ഷ എന്താണ്, രാഷ്ട്രത്തിൻ്റെ ഭാവി എങ്ങനെയാകണം, കഴിഞ്ഞ കാല രാഷ്ട്ര സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു, രാഷ്ട്ര ചരിത്രം എന്തൊക്കെയാണ്, ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ആശയങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എന്ന പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ബോധ്യം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടതിലേറെ ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ. ഇപ്പോൾ ഇന്ന് അവസാനിച്ച അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ട് ഈ എൻ്റെ കൂടെയുള്ള ബഹുമാന്യ സഹോദരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് 10,000-ഓളം വർധനവാണ് ദൈനംദിന ശാഖാ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വർധന ഉണ്ടാകുന്നത്? നിങ്ങളൊക്കെ വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു ഭീകര വിധ്വംസക വർഗീയ പ്രസ്ഥാനമാണ് സംഘമെങ്കിൽ, ഈ ആധുനിക കാലത്ത് ഒരു വിരൽ തുമ്പിൽ സകല വിവരങ്ങളും അറിയാൻ കഴിയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് 10,000-ഓളം ദൈനംദിന ശാഖകൾ ഭാരതത്തിൽ വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് 1,23,000-ഓളം സ്ഥലങ്ങളിൽ ഭാരതത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ചത്? അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവാണ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിദ്യാർത്ഥികൾക്കിടയിൽ, അധ്യാപകർക്കിടയിൽ, പത്രക്കാരുടെ ഇടയിൽ, ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ, കലാകാരന്മാരുടെ ഇടയിൽ, കർഷക തൊഴിലാളികളുടെ, യുവാക്കളുടെ ഇടയിലൊക്കെ സ്വീകാര്യത വർദ്ധിക്കുന്നത് സംഘത്തിൻ്റെ വജ്രസമാനമായ ദർശന വൈവിധ്യം അല്ലെങ്കിൽ ദർശന സുതാര്യത അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ സംഘത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ BJP-യെ പ്രതിനിധീകരിച്ച് സംഘ ആശയങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുന്നതിന്റെ കാരണം അതാണ്. ഇതാണ് RSSന്റെ തുടക്കം മുതൽ തന്നെ ഉള്ളത്. ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം സംഘത്തിന്റെ ശിബിരം സന്ദർശിച്ച സമയത്ത് ഡോക്ടർ ജി ശിബിരത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഡോക്ടർ ജി ശിബിരത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത സാഹചര്യത്തിൽ ശിബിരത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ സംഘ ശിബിരത്തിൽ പങ്കെടുക്കുന്ന ഓരോ സ്വയം സേവകനോടും നിങ്ങളുടെ ജാതി എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ അവരാരും ജാതി പറയാൻ തയ്യാറായില്ല. ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് ഗാന്ധിജി ശിബിരത്തിലുള്ള കാര്യകർത്താക്കളോട് പറഞ്ഞത്, എന്താണോ ഞാൻ ഇത്രയും കാലം വാക്കുകളിലൂടെ, എഴുത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ, സിദ്ധാന്തങ്ങളിലൂടെ ഈ നാടിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ പ്രായോഗിക തലം എനിക്കിവിടെ കാണാൻ സാധിച്ചു. എന്നെ അത് ആത്മസംതൃപ്തിയുള്ളവനാക്കി മാറ്റി. ഈ പരിവർത്തനം സാധ്യമായ ഡോക്ടർ ഹെഡ്ഗേവാറിനോട് എൻ്റെ പ്രത്യേകമായ നമസ്കാരം അറിയിക്കണം എന്ന് പറയുകയുണ്ടായി ഗാന്ധിജി. രോഹിണി, ഒരു 2 മിനിറ്റ് കൂടെ മറ്റു കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കാം. ഡോക്ടർ ഹരി, അദ്ദേഹം സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണെന്ന് എനിക്കറിയാം, ഞാനും അതാണെന്ന് അദ്ദേഹത്തിനും അറിയാം. ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്. ഡോക്ടർ ഹരിക്കറിയാമല്ലോ എപ്പോൾ മുതലാണ് നവംബർ മാസം 29 ഭരണഘടനാ ദിനം എന്ന നിലയ്ക്ക് വിദ്യാലയങ്ങളിൽ ആചരിച്ചു തുടങ്ങിയത്. അങ്ങനെ ഒരു ദിനം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടന പാസാക്കിയത് നവംബർ മാസം 29 എന്ന ഒരു തീയതിയെക്കുറിച്ച് എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങിയത്? നരേന്ദ്രമോദി വേണ്ടി വന്നു പ്രധാനമന്ത്രിയായി ഭാരതത്തിന്. ആ ഒരു സത്യം കുട്ടികളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും ആത്മവിശ്വാസമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യവുമായാണ് RSS മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചുള്ള നയവും നിലപാടുകളുമായി മുന്നോട്ട് പോകട്ടെ. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.